നമസ്കാരം. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 1202 ആണ്ട് മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലമാണ് ഞാൻ പറയുന്നത്. അത് കന്നി രാശിയുടെ ഫലമാണ് പറയുന്നത്. അപ്പൊ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രം എന്താണ്? ഉത്രമുക്കാൽ, അത്തം, ചിത്തിര, അര. ഉത്രമുക്കാല്, അത്തം, ചിത്തിര, അര. ഇതാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ മലയാള പുതുവർഷത്തിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം. ഈ രാശിക്കാർക്ക് വേഴം 11, 12 ഭാവങ്ങളിലും, ശനി 7, 8 ഭാവങ്ങളിലും, രാഹു 6, 5 ഭാവങ്ങളിലും നിൽക്കുന്ന സമയമാകയാൽ ഇവർക്ക് ഈ പുതുവർഷം വരുമാന വർധനയും സ്ഥാനക്കയറ്റവും ആദരവ് കിട്ടുകയും അതോടൊപ്പം തന്നെ കോപം വർദ്ധിക്കാനും ഉപദ്രവങ്ങൾ കൂടാനും ഇഷ്ടകാര്യങ്ങൾ പലതും സാധിക്കാനും ദൂരയാത്രയിൽ അലച്ചിലുണ്ടാകാനും സാമൂഹ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും വിജയങ്ങളും അതോടൊപ്പം തന്നെ നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് ചുരുക്കി പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ വർഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഓരോ മാസങ്ങളിലും, അതായത് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള 12 മാസത്തെ ഓരോ മാസത്തിലും ഉണ്ടാകുന്ന സാമാന്യമായ ഫലം ഞാൻ ഇവിടെ വിവരിക്കാം. ചിങ്ങമാസത്തിൽ ഇവർക്ക് സൽകീർത്തിയും ഉന്നതമായ പദവികളും കിട്ടാൻ സാധ്യതയുണ്ട്. കന്നിമാസത്തിൽ ഇവരെ സംബന്ധിച്ച് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ ബന്ധുജന വിരോധം കിട്ടാനും സാധ്യതയുണ്ട് കന്നിമാസത്തിൽ. തുലാമാസത്തിൽ കേസുകളിൽ വിജയവും വിദ്യാവിജയങ്ങളും സ്ഥാനചലനങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് തുലാമാസത്തിൽ. വൃശ്ചിക മാസത്തിൽ കർമ്മ പുരോഗതിയും സന്തോഷപരമായ യാത്രയും ദാമ്പത്യപരമായ ദാമ്പത്യ സുഖങ്ങളും അനുഭവിക്കാൻ ഇടവരുന്ന ഒരു സമയമാണ് ഈ വൃശ്ചിക മാസം. ധനുമാസത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കുകയും പുണ്യസ്ഥല ദർശനം നടത്തുകയും ചെയ്യാൻ അവസരം വരും ധനുമാസത്തിൽ. മകരമാസത്തിൽ സന്താനങ്ങൾക്ക് ചില ദോഷങ്ങളും ധനനഷ്ടവും കുടുംബത്തിലെ സുഖക്കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭമാസത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും വിദേശയാത്രാ ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കുംഭമാസത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും, ധനനഷ്ടം ഉണ്ടാകും. എന്നാൽ വിദേശയാത്ര സംബന്ധമായ ചില ഗുണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മീനമാസത്തിൽ സ്ഥാനനഷ്ടങ്ങളും ബന്ധുജന വിരോധവും ഉണ്ടാകാം മീനമാസത്തിൽ. മേടമാസത്തിൽ ഉദ്യോഗ കയറ്റം ഉണ്ടാകാം ഇവരെ സംബന്ധിച്ച്. മേടമാസത്തിൽ ഉദ്യോഗ കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. സർക്കാർ ബഹുമതി കിട്ടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യപരമായ സുഖം കിട്ടാനും സാധ്യതയുണ്ട് മേടമാസത്തിൽ. ഇടവമാസത്തില് ബന്ധുജനങ്ങളുമായി ചില വിരോധം വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഭൂമി ലാഭം കിട്ടാനും ഭൂമി വാങ്ങാൻ സാധിക്കാനും അതുകൂടാതെ നാൽക്കാലികളിൽ നിന്ന് ലാഭം ഉണ്ടാകാനും അതും കൂടാതെ കർമ്മ പുരോഗതി, അതായത് പ്രവർത്തികളിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇടവമാസത്തിൽ. മിഥുനമാസത്തിലെ ഇവരെ സംബന്ധിച്ച് ശാരീരികമായ സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുദോഷം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കർക്കിടക മാസത്തിൽ ബന്ധുജന വിരോധം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ചില ബന്ധുജനങ്ങളുടെ വിയോഗം, വേർപാടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഗുരുജനപ്രീതിയും ബഹുമതിയും ഇവർക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ഗുരുജനങ്ങളുമായിട്ടുള്ള സംസർഗവും അതുപോലെ ഗുരുജനങ്ങളുടെ പ്രീതിയും ബഹുമതിയും എല്ലാം ഇവർക്ക് കിട്ടാവുന്ന ഒരു സമയമാണ് കർക്കിടക മാസത്തിൽ.
അപ്പൊ ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസത്തെ ഫലം അല്പം കൂടി വിവരിച്ച് പറഞ്ഞതാണ് ഇവിടെ. പിന്നെ ഇവരെ സംബന്ധിച്ച് കന്നി രാശിക്കാരെ സംബന്ധിച്ച് വേഴം ഇപ്പോ 11ലാണ് നിൽക്കുന്നത്. കന്നിയുടെ 11, അതായത് കർക്കിടകൻ രാശിയിൽ. ആ കർക്കിടകൻ രാശിയിൽ വേഴം നിൽക്കുന്നിടത്തോളം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.